എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ ചാനൽ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെയോ മതത്തിന്റെയോ കാര്യങ്ങൾ പറയുന്ന ചാനൽ അല്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായ ഒരു വിഷയമായതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭയിലെ അപ്രൈം മെത്രാച്ചന്റെ പരസ്യ പിന്തുണ വീഡിയോ ഞാൻ ചെയ്തത്. ആ ഒരു വീഡിയോ കൊണ്ട് ആ ടോപ്പിക്ക് വിടാനായിരുന്നു ഉദ്ദേശം. എന്നാൽ ആ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ഒരു വ്യക്തി വീഡിയോ ചെയ്യുകയും അത് ചുണക്കുട്ടികൾ പോലെയുള്ള ചാനലുകൾ ഏറ്റെടുത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി എന്നൊക്കെ ആരോപണങ്ങൾ വന്നതുകൊണ്ട് മാത്രം ഒരു വീഡിയോ കൂടി ചെയ്യുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കുർബാന മധ്യേ ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ചതിന്റെ പേരിൽ സ്വന്തം സഭയിൽ നിന്നും നടപടി സ്വീകരിക്കേണ്ടി വന്ന ലോക ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഓർത്തഡോക്സ് സഭയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ കടമ്പനാട് ഭദ്രാസന ചുമതലയുണ്ടായിരുന്ന സക്കറിയാസ് മാർ അപ്രൈം മെത്രാപ്പോലിത്തായ്ക്ക് നേരിടേണ്ടി വന്നത്. പൊതുജനത്തിന് പലർക്കും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നോ ഇദ്ദേഹത്തിനെതിരെ എന്തിന് നടപടിയെടുത്തോ എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം മെത്രാച്ചന് പരസ്യ പിന്തുണ നൽകി ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് പലരും ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കിയത്. മെത്രാച്ചൻ പള്ളിയിൽ പ്രസംഗിച്ച് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ അതിവേഗ സൂനോദോസ് കൂടുവാൻ തീരുമാനിച്ചു. ഫാൻസുകാർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് 99% ആളുകളും അപ്രൈം മെത്രാച്ചൻ പറഞ്ഞതിനെ എതിർക്കുന്നു എന്നാണ്. അതുകൂടാതെ 60 പേരിൽ താഴെ വരുന്ന ഫാൻസുകാർ ചേർന്ന് അപ്രൈം മെത്രാച്ചനെതിരെ പ്ലക്കാർഡുമായി ദേവലോകത്ത് പ്രതിഷേധ റാലി നടത്തുകയും എന്തോ വലിയ അപരാധം ചെയ്തുവെന്ന് പറഞ്ഞ് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയും അതിവേഗം തന്നെ 23-ാം തീയതി വിളിച്ചുകൂട്ടിയ സുനഹദോസിൽ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നടപടിയെടുത്തു. അപ്പോഴേക്കും ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് സഭയ്ക്കെതിരെ പറഞ്ഞതിന് നടപടിയെടുത്തത് കണ്ടോ, എന്തോ വലിയ കാര്യം സാധിച്ചു എന്ന തരത്തിലും പുറത്താക്കിയത് നന്നായി എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഈ ഞായറാഴ്ച മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ എല്ലാ പള്ളികളിലും ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ കൽപ്പന വായിക്കുകയുണ്ടായി. അത് ഇങ്ങനെയാണ്: നമ്പർ 131/2025. കർത്താവിൽ നമ്മുടെ എല്ലാ പള്ളികളിലെയും വികാരിമാർക്കും സഹപട്ടക്കാർക്കും ദേശത്തെ പട്ടക്കാർക്കും പള്ളി കൈസ്ഥാനികൾക്കും ശേഷം വിശ്വാസികൾക്കും വാഴ്വ്. പ്രിയരെ, നമ്മുടെ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന് ഡോക്ടർ സക്കറിയാസ് മാർ അപ്രൈം മെത്രാപ്പൊലീത്ത ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ ചില പ്രസംഗങ്ങളിൽ പരിശുദ്ധ സഭയുടെ നിലപാടുകൾക്കും സഭയുടെ ഭരണഘടനയുടെ പ്രാധാന്യത്തിനുമെല്ലാം എതിരായ ചില പരാമർശങ്ങൾ നടത്തുവാൻ ഇടയായതിനെ സംബന്ധിച്ച് സഭയിലെ മേൽപ്പട്ടക്കാരും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും എല്ലാം പ്രതിഷേധമറിയിച്ചുകൊണ്ട് ധാരാളം പരാതികൾ നമുക്ക് നൽകുകയുണ്ടായി. അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഒരു വിശദീകരണം നൽകുവാൻ ആദ്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അത് നമുക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് 2025 മെയ് 23 നമ്മുടെ ദേവലോകം അരമനയിൽ വെച്ച് കൂടുകയും പരിശുദ്ധ സുന്നഹദോസ് അംഗങ്ങളുടെയും അഭിവന്യ അപ്രൈം തിരുമേനിയുടെയും അഭിപ്രായങ്ങളും വിശദീകരണങ്ങളും കേട്ട ശേഷം അഭിവന്യ അപ്രൈം മെത്രാപ്പൊലീത്തായെ ഇനിയൊരു കൽപ്പന ഉണ്ടാകുന്നതുവരെ അടൂർ കടമ്പനാട് ഭദ്രാസന ചുമതലയിൽ നിന്നും വൈദിക സെമിനാരിയുടെ ചുമതലകളിൽ നിന്നും സഭയുടെ ഭരണപരമായ മറ്റെല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രസ്തുത ചുമതലകളെല്ലാം മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ തൽക്കാലം നാം ഏറ്റെടുത്തിരിക്കുന്നു. 2025 മെയ് 23 കോട്ടയം കാതോലിക്കറ്റ് അരമനയിൽ നിന്ന്. ഇതാണ് എല്ലാ പള്ളികളിലും വായിച്ച കൽപ്പന. എന്നാൽ അപ്രൈം മെത്രാച്ചൻ പറഞ്ഞത് എന്താണെന്നറിയാത്ത അനേകർ ഈ കൽപ്പന കേട്ടിട്ട് സഭാവിരുദ്ധത എന്തോ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മെത്രാച്ചൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ട് ഇത് പറയാനിടയായി എന്ന് പറയുന്നത് നമുക്ക് കേട്ടു തുടങ്ങാം. പ്രദക്ഷിണങ്ങൾ നമ്മുടെ പെരുന്നാളുകൾക്ക് ആഘോഷങ്ങൾ കൂടുതലാണ്, എനിക്കറിയാം, നിയന്ത്രിക്കേണ്ടതുമാണ്. പക്ഷേ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ച് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ മെത്രാച്ചന്മാരും മറ്റുള്ളവരും ഒക്കെ നടന്ന ചില പ്രസംഗങ്ങളുണ്ടല്ലോ കക്ഷി സംബന്ധമായിട്ട്, അത്രയൊന്നും തെറ്റൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല പെരുന്നാളുകളുടെ ആഘോഷങ്ങൾക്ക്. നമ്മുടെ യൗവനക്കാർ സഭയിൽ നിന്ന് അകലുന്നു. എന്തുകൊണ്ട്? We don't want Christ to witness. ക്രിസ്തുവിനെ കൂടാതെയുള്ള സാക്ഷ്യമാണ് നമുക്ക് ഇന്ന് ഇഷ്ടം. അത് പ്രമാണങ്ങൾക്കും വിധികൾക്കും അനുസരിച്ച് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ച, എല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ച കോൺകറിംഗ് മൈൻഡ് ഇത് ഒഴിവാക്കിയെങ്കിലേ ക്രൈസ്തവ സഭ ഇനി ഭാരതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. പെരുന്നാളുകളുടെ ആഘോഷങ്ങളെ പറ്റി ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ കിട്ടിയ മറുപടിയിൽ നിന്നാണ് മെത്രാച്ചൻ പ്രസംഗിക്കുന്നത്. മറ്റൊന്ന്, യൗവനക്കാർ സഭയിൽ നിന്നും അകലുന്നു. എന്തുകൊണ്ട്? ക്രൈസ്തവ സഭ ഭാരതത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹത്തിലാണ് ഈ പ്രസംഗം നടത്തുന്നത് എന്ന്. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മുടെ സഭയുടെ ഭദ്രാസനങ്ങളുടെ ദേവാലയങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ കുടുംബങ്ങളുടെ ഒക്കെ പോക്ക് നോക്കിയാൽ സത്യത്തിൽ സഹോദരന്മാരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത വിഭാഗമാണ് നമ്മൾ.
കർത്താവിന്റെ സാക്ഷ്യത്തിനായിട്ട് നാടുവാഴികളും ഭരണകർത്താക്കളും വിളിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള നേതാക്കൾ ഇന്ന് ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മെത്രാച്ചൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഞാൻ ഉൾപ്പെടെ എന്ന് സ്വയം വിമർശനം കൂടിയാണ് നടത്തുന്നത്. എനിക്ക് കേട്ടിട്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. ദൈവവചനത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മത്തായി പറയും കിങ്ഡം വാല്യൂസ്, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ, സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ, സാക്ഷ്യം നഷ്ടപ്പെടുത്തരുത്. ഇതുവരെ പറഞ്ഞതിൽ സഭയ്ക്ക് വിരോധമായി പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബാക്കി കൂടി നമുക്ക് കേൾക്കാം. എനിക്കറിയാം, ഓൺലൈൻ വഴി പോകുന്ന പ്രസംഗം തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ ദുരന്തമൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. 100 വർഷങ്ങൾ കഴിഞ്ഞ ഈ സഭയുടെ തർക്കം തീർക്കാൻ ഇന്ന് വരെ ആരെങ്കിലും ദൈവവചനത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ? നമുക്ക് പറയാൻ വേറെ ഗ്രന്ഥങ്ങളുണ്ടോ? വേറെ അനേക ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക കൽപ്പിച്ചു തന്നിട്ടുള്ള ന്യായാസനങ്ങൾ ഇവിടെയുണ്ടോ? പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളെ വിസ്തരിക്കുവാനായിട്ട് പോകുമ്പോ എന്റെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പറയണം. അവിടെ നിങ്ങളുടെ കഴുത്ത് കഴിഞ്ഞിരിക്കും. നിങ്ങളുടെ പള്ളികൾ നഷ്ടപ്പെട്ടേക്കാം, നിങ്ങൾക്കുള്ള സകലതും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നഷ്ടപ്പെടാത്തതൊന്നുണ്ട്, വിറ്റ്നസിംഗ് ക്രൈസ്റ്റ് ജീസസ് ടു ദ വേൾഡ്. ലോകത്തോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് അത് നമുക്ക് കാണും. ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവരെയോ പറയുന്നവരെയോ ഒക്കെ നിസ്സാരരായിട്ട് എണ്ണിക്കളയുന്നു എന്നല്ലാതെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയരുത് എന്ന് കരുതിയെങ്കിലും ഇനി എല്ലാ രീതിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചു. അതിനുണ്ടാകുന്ന എന്ത് ദോഷഫലവും അനുഭവിക്കുവാനും ഞാൻ തയ്യാറാണ്. ഇവിടെ ഞാനൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. സത്യം പറയുന്നവരുടെ വാ അടപ്പിക്കാനുള്ള പരിശ്രമം നടക്കും എന്ന് മെത്രാച്ചൻ പറഞ്ഞതുപോലെ ചുമതലകളിൽ നിന്നും മാറ്റി വാ അടപ്പിച്ചു. എനിക്ക് തോന്നുന്ന മറ്റൊന്ന്, ഇതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്നാണ്. സത്യം അധിക നാളൊന്നും മൂടി വെക്കാൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അനേകർ ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ പറയുന്നവരുടെ മേൽ നടപടിയെടുത്താൽ പേടിച്ചെല്ലാവരും മിണ്ടാതിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും. പേഴ്സണലായിട്ട് എന്നോട് പല വൈദികരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല, ഞങ്ങളുടെയും വാ മൂടിക്കെട്ടും, അൽമായരെങ്കിലും പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന്. ഈ സഭയിലെ ബഹുഭൂരിപക്ഷം വൈദികരും വിശ്വാസികളും സത്യങ്ങൾ പറഞ്ഞ അപ്രേം മെത്രാച്ചന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകുന്നവരാണ്. ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. എവിടെയെങ്കിലും സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് സഭയുടെ പ്രതിസന്ധി നീങ്ങണം എന്നുള്ള ധാരണയോടെ മറ്റു വ്യവസ്ഥകളെ മാറ്റിവെച്ച് എന്താണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ, കിങ്ഡം വാല്യൂസ്, വിശുദ്ധ മത്തായി ശ്രീകാട സുവിശേഷത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കണം, ഒരു പുറപ്പ് ചോദിച്ചാൽ ഒരു വസ്ത്രം ചോദിച്ചാൽ 2 വസ്ത്രം കൊടുക്കണം, ഇങ്ങോട്ട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരുടെ ഗ്രാബ് ചെയ്യാനായിട്ട് പിടിച്ചെടുക്കാനായിട്ടുള്ള ഏതേത് വിധത്തിലുള്ള പോസിറ്റീവായിരിക്കുന്ന നിയമങ്ങളോ വിധികളോ ഒക്കെ നമുക്കുണ്ടെങ്കിലും again the same question, what is our witness in the world? ലോകത്ത് കർത്താവിനെ വിറ്റ്നസ് എന്താണ് നമ്മൾ നേടിയത്? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടാകണമെന്ന് ക്രിസ്തു പറഞ്ഞ കാര്യമല്ലേ മെത്രാച്ചനും പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞത് വിലക്കുന്നത് ക്രിസ്തുവിനെ വിലക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്നല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ബാക്കി കൂടി നമുക്ക് കേൾക്കാം. 100 വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു. സഹദാമാരുടെ ജീവിതത്തിന് 21ാം നൂറ്റാണ്ടിന് സാധൂകരിക്കുന്ന വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിനെ ഗുഡ് ന്യൂസ്, സദ്വാർത്ത എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് 2000 കൊല്ലങ്ങൾക്കോ 1500 കൊല്ലങ്ങൾക്കോ സംഭവിച്ച ചില പഴങ്കഥകൾ ആവർത്തിക്കുന്നത് പോലെ മാത്രമേ നടക്കുകയുള്ളൂ. ഏതെല്ലാം ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നു, ഏറ്റവും വലിയ ആഘോഷം എന്താ നടത്തേണ്ടത്? വിറ്റ്നസ്, ക്രിസ്തുവിന് സാക്ഷിയാവുക എന്നതാണ്. ആ ക്രിസ്തുവിന് സാക്ഷിയാകാൻ വേണ്ടിയ മൂല്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഈ സഹദേന്മാരെല്ലാം എടുത്തു കാട്ടിയത്. രാജാവിനെ ഒന്ന് വന്ദിച്ചാൽ, റോമാ ചക്രവർത്തിയുടെ സൈന്യത്തിലെ അംഗമായിരുന്നതിനാൽ അദ്ദേഹത്തെ ഒന്ന് ആരാധിച്ചാൽ ഈ ഗീവർഗിസമായിട്ട് എന്തുമാത്രം സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതൽ, അദ്ദേഹത്തിന്റെ നിയമസംഹിതയേക്കാൾ കൂടുതൽ ദൈവവചനത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. അതുകൊണ്ട് അദ്ദേഹം സഹതായായി. അതുകൊണ്ട് ആധുനിക സഹതയന്മാർ നമ്മോട് പറയുന്നത്, try to concentrate on the word of God and witness God, witness Christ in the midst of the society as per the gospel value. സുവിശേഷ മൂല്യങ്ങൾക്ക് അനുസരണമായിട്ട് സമൂഹത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് തയ്യാറെടുക്കുക. സുവിശേഷങ്ങളെ മാറ്റി നീക്കി വെച്ചിട്ട് ഭരണഘടന എടുത്തു പിടിച്ചാലോ വിധികൾ എടുത്തു പിടിച്ചാലോ അതല്ല സാക്ഷ്യം. ഇവിടെ ബാവയുടെ കൽപ്പനയിൽ നടപടിയെടുക്കാനുള്ള കാരണം പറയുന്നത് സഭയുടെ നിലപാടുകൾക്കും ഭരണഘടനയുടെ പ്രാധാന്യത്തിനും എതിരായി
പറഞ്ഞു എന്നതാണ്. ഇവിടെ എവിടെയാണ് മെത്രാച്ചൻ ഭരണഘടനയ്ക്കെതിരായി പറഞ്ഞത്? സുവിശേഷത്തിന്റെ പ്രാധാന്യമല്ലേ പറയുന്നത്? എല്ലാത്തിനും മുകളിലായി സ്ഥാനം സുവിശേഷത്തിനാണെന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞതിനെതിരെ നടപടിയെടുത്തെങ്കിൽ പറയാതെ പറയുന്നത് സുവിശേഷത്തെക്കാൾ അല്ലെങ്കിൽ ദൈവവചനത്തെക്കാൾ വലിയതായിട്ട് മറ്റു പലതുമാണെന്ന് തന്നെയല്ലേ എന്നാണ് ബോധമുണ്ടാകുന്നത്. നിങ്ങൾക്ക് തോന്നിയേക്കാം ഞങ്ങളോട് തിരുമേനി ഇത്ര ഘോരം പറയുന്നതൊക്കെ നല്ലത് സുന്നതോസിൽ പറയുന്നതല്ലേ പറഞ്ഞിട്ടുണ്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇനിയും സാധാരണക്കാരോടൊന്ന് പറഞ്ഞു നോക്കാം, എവിടെയെങ്കിലും നടക്കുമെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ ധനാസനങ്ങളിലും പള്ളികളിൽ വിധികൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായി. അടൂർ കളമനാട് കൊണ്ട് 3 പള്ളികൾ ഞങ്ങൾക്ക് വായക്കാരുടെ കയ്യിലിരിക്കുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്ന് എന്റെ ആളുകൾ എന്നോട് പറഞ്ഞു. എന്റെ അടുത്ത് വന്നവരോട് ഞാൻ പറഞ്ഞു, 6 ദേവാലയങ്ങൾ ടൗണിലുണ്ട്. ഈ 6 ദേവാലയങ്ങളിലും വിശ്വാസികൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞിട്ട് നിൽക്കാൻ സ്ഥലമില്ലെങ്കിൽ പള്ളി ഞാൻ പിടിച്ചത്. പുണ്യവാനായിട്ട് ഇതുവരെ മിണ്ടാതെ കുറെ രഹസ്യങ്ങൾ. ഇനി എന്തു സംഭവിച്ചാലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷി എന്നെ കുത്തും. ആരെങ്കിലും പറയണം, ആരെങ്കിലും വിശുദ്ധ വിഡ്ഢികളാകണം. സഹതായെ ഓർക്കുന്നു, സഹതയുടെ പണിയെന്താ? വീട്ടിലെ കോഴിയെ കാക്കുക, പാമ്പനെ ഓടിച്ചു കളയുക, ഇങ്ങനെയുള്ള ചുരുക്കം കാര്യങ്ങളിൽ സഹതാമാരെ നിർത്തിയിരിക്കുകയാണ്. സഹതന്മാരാരാണ്? ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിന്നവരാണ്. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നിൽക്കാനാണ് എന്റെ നിങ്ങളുടെ വിളി. ആ സാക്ഷ്യം നിർവഹിക്കേണ്ടത് ഇന്ന് രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല, മറിച്ച് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചില വിട്ടുവീഴ്ചകളും സമാധാനത്തിന് വേണ്ടി 1 അല്ല 7 അല്ല 70 വട്ടം ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് അത്രയൊന്നും സാധിച്ചില്ലെങ്കിലും ഒരു തവണ ക്ഷമിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്? ഇനി ഈ പറഞ്ഞതിൽ തെറ്റുള്ളതായി ആർക്കെങ്കിലും തോന്നിയോ? സമാധാനത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം, 70 വട്ടം ക്ഷമിക്കണം എന്ന് ക്രിസ്തു പറഞ്ഞത് നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞത് വലിയ തെറ്റാണോ? കർത്താവ് പറയുകയാണ്, നിങ്ങളെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഓർത്ത് നിങ്ങൾ പറയാനുള്ളത് പരിശുദ്ധാത്മാവ് പറയും. പക്ഷേ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് ഹൃദയത്തിൽ അല്പം ഇടം കൊടുക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാൻ സ്ലീഹ നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം ഒന്ന് കൗൺസിലർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംശയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ, ആലോചന വേണമെങ്കിൽ അത് നൽകുന്നയാളാണ് പരിശുദ്ധാത്മാവ്. പക്ഷേ ഈ സഭയുടെ തർക്കം തീർക്കാനായിട്ട് ആരെയാണ് നമ്മൾ സാധാരണ കൺസൾട്ട് ചെയ്യുന്നത്? ആരുടെ ആലോചനയാണ് നാം എടുക്കുന്നത്? സിവിൽ കോഡും ഇന്ത്യൻ പീനൽ കോഡുമായി IRPC ഒക്കെ പഠിച്ച വക്കീലന്മാരുടെ പരിശുദ്ധാത്മാവിന് ഇടമില്ലാതായി പോയി. ഇസ്രായേൽ കന്യകയെ നീ മടങ്ങി വരിക, ഏതിൽ നിന്നാണ് നീ വീണിരിക്കുന്നതെന്ന് ഓർക്കുക എന്ന് യിരെമ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിനോട് പറഞ്ഞത് യിരെമ്യാവ് ഇന്നും ആവർത്തിക്കുന്നു. കേരള ക്രൈസ്തവരോട്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളോട്. സഹോദരന്മാര് പറയുന്നു, ഞങ്ങൾ പ്രമാണങ്ങൾക്കനുസരിച്ചല്ല, കർത്താവിനോടുള്ള സ്നേഹം മൂലമാണ് ഞങ്ങളുടെ ഗളരുധിരം മറ്റുള്ളവർക്ക് നൽകിയത്. ഞങ്ങൾ രക്തസാക്ഷിത്വത്തിന്റെ പുതിയ മാനങ്ങളെ കണ്ടെത്തുവാൻ സർവശക്തൻ നമ്മയെല്ലാം സഹായിക്കും. അപ്രേം മെത്രാച്ചന് മേൽ നടപടിയെടുക്കാനുണ്ടായ ഒരു പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ പ്രസംഗം കേട്ട എത്ര പേർക്ക് തോന്നി അപ്രേം മെത്രാച്ചൻ പറഞ്ഞത് തെറ്റുണ്ടെന്ന്? ഇതിലെവിടെയാണ് അപ്രേം മെത്രാച്ചൻ സഭയ്ക്കെതിരെയോ സഭാവിരുദ്ധത പറഞ്ഞത്? ഇതിലൊക്കെ എത്രയോ ഗുരുതരവും മോശവുമായ പ്രവർത്തനങ്ങൾ നടത്തിയവരെയൊന്നും ഇതുപോലെ നടപടിയെടുത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇത് അങ്ങനെയൊന്നും അല്ലാഞ്ഞിട്ടും ഉടനെ തന്നെ നടപടി സ്വീകരിച്ചതിൽ ഓർത്തഡോക്സ് സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും അതൃപ്തിയുണ്ട്. ഇത് ഓർത്തഡോക്സ് സഭയിൽ മുഴുവൻ ഒരു സർവേ എടുത്താൽ അറിയാൻ പറ്റും എത്ര പേർ ഇതിനെ അനുകൂലിക്കുന്നുണ്ട് എന്ന്. ഈ വക കാരണങ്ങൾ കൊണ്ടാണ് ഒരിക്കൽ കൂടി ഈ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ കുർബാന മധ്യേ ദൈവരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചതിന്റെ പേരിൽ സ്വന്തം സഭയിൽ നിന്നും നടപടി സ്വീകരിക്കേണ്ടി വന്ന ലോക ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് ഓർത്തഡോക്സ് സഭയിൽ നടന്നത്. പരസ്യമായി ആരും പ്രതികരിക്കുന്നില്ല എന്നതുകൊണ്ട് സഭയെടുത്ത നിലപാട് ശരിയാണ് എന്ന് ബോധ്യം എനിക്കില്ല. ഇത്തരത്തിൽ മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.